ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു റെസിപ്പി ആയിട്ടാണ്. ഒത്തിരി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ചക്കക്കുരു കൊണ്ടാണ് കേട്ടോ ഇന്ന് ഇവിടെ ലഡു ഉണ്ടാക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് ചക്കക്കുരു നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിനുകൾ, AC, സിങ്ക്, അയൺ, പൊട്ടാസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മുടിക്കും പ്രതിരോധശേഷി കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഞാനിതായി ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഈ ഒരു ചക്കക്കുരു ഉണ്ടല്ലോ, നാരുകളുടെ മികച്ച ഉറവിടമായതിനാൽ തന്നെ മലബന്ധം തടയാനും ദഹനപ്രക്രിയ സുഗമമാക്കാനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചക്കക്കുരു കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ തരികളോടെയാണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായിട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിത് ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എള്ളെല്ലാം ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പീനട്ട്സിന് പകരം നിങ്ങൾക്ക് ബദാം, കാഷ്നട്ട് അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പീനട്ട്സും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 അച്ചു ശർക്കര ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കരയെല്ലാം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ചക്കക്കുരുവിലെ കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ എല്ലുകളെ ബലമുള്ളതാക്കാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നു. ഇപ്പോൾ ഇത് ചക്കക്കുരും ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരയത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സാക്കി എടുക്കുവാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ചക്കക്കുരു ലഡുവിൻ്റെ മിക്സ് ഇവിടെ പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് അതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ എടുത്തിട്ട് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു ലഡു റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ ഇനി ചക്കക്കുരു ഒന്നും വെറുതെ കളയാൻ നിൽക്കണ്ട, ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചക്കക്കുരു ലഡു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.